സി പോസിറ്റീവിൽ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. വേനലവധി കഴിഞ്ഞ ഇന്ന് കുട്ടികളെല്ലാം തിരിച്ച് സ്കൂളിലേക്ക് വീണ്ടും എത്തുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മാറുന്ന പ്രവണതകളെക്കുറിച്ചും മാറുന്ന പഠന രീതിയെക്കുറിച്ചുമാണ് എല്ലാവർക്കും ആശങ്കയുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ന് ചർച്ച ചെയ്യുകയാണ് സി പോസിറ്റീവിൽ. കേരള കാർഷിക സർവകലാശാല മുൻ പ്രൊഫസറും ദേശീയ പരിശീലകനും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രകാശ് രാമകൃഷ്ണനാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം സർ. അതിനെ ഇന്ന് ഒരുപാട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ 1ാം ക്ലാസ്സിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ പോയി തുടങ്ങിയാണ്. നീണ്ട വേനലവധിക്ക് ശേഷമാണ്. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും കുട്ടികളെ അവരുടെ പഠനത്തിലേക്ക് കയറ്റി വിടുന്നത്. ആ കുരുന്നുകളോട് എന്താണ് ആദ്യം തന്നെ പറയാനുള്ളത്? ഇന്ന് പ്രവേശനോത്സവം എന്നാണ് പറയുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സ്കൂളുകളിലേക്ക് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് പോണ കുട്ടികൾ വളരെ ആഹ്ലാദത്തോടുകൂടി വളരെ ഇഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പോകുന്നത്. തുടർന്നും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒക്കെ അതോടൊപ്പം വീട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെ തുടർന്നും കുട്ടികൾക്ക് ഈ ആഘോഷമായി തന്നെ സ്കൂൾ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അതൊക്കെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വർണ്ണാഭമായ ഒരു സ്വീകരണം ഒരുക്കുമ്പോൾ തന്നെ അവർക്ക് വീണ്ടും ഒരു താല്പര്യം ജനിക്കുകയാണ് അവിടേക്ക് തിരിച്ച് വീണ്ടും പോകാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, കുറേ കുട്ടികൾ കരയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ചെറിയ കുട്ടികളാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളിൽ കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട്. LKG, നഴ്സറി, UKG അങ്ങനെ പോയിക്കൊണ്ട് തന്നെ അവർക്ക് 1ാം ക്ലാസ് ഒരു പുത്തിരിയല്ല. അതെ, മാത്രവുമല്ല കുട്ടികൾ നമുക്കറിയാം, ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ തന്നെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും. പിന്നെ ശല്യമില്ല. അങ്ങനെ മൊബൈലിലൂടെ തന്നെ ലോകത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ചെറിയ കുട്ടികൾക്ക് നിന്ന് നല്ല ബോധമുണ്ട്, അറിവുണ്ട്. നമ്മൾ പഴയ കാലം കണക്കല്ല. ഇപ്പോൾ അവരുടെ അവയർനെസ് ഈ ഒരു 3, 4, 5 വയസ്സിലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയും അറിയാം. അപ്പോൾ ഈ അറിവോടുകൂടിയാണ് കുട്ടികൾ വരുന്നത്. അത് പഴയ കാലം പോലെ അല്ല. ഇവരുടെ ബോധമണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുട്ടികളെ മറ്റുള്ള പണ്ട് കാലത്തെ പഠിപ്പിക്കുന്ന രീതിയിലും കൈകാര്യം ചെയ്യുന്ന രീതിയിലും പോരാ, പാടെ മാറേണ്ടതുണ്ട്. അധ്യാപകർക്കും അതനുസരിച്ചുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട്, അവരും മാറുന്നുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടിക്ക് ഇന്നുണ്ടാകുന്ന ഏറ്റവും ആവശ്യമുള്ള കാര്യം കൂട്ടുകാരാണ്. ഇപ്പോൾ പല വീടുകളിലും 1, 2 കുട്ടിയേ ഉള്ളതുള്ളൂ. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് പഠനത്തോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കൂട്ടുകാരോടൊപ്പം കളിക്കാനും. ഇപ്പോൾ പലപ്പോഴും കളിക്കുന്നത് മിക്കവാറും ടാബിലും മൊബൈലുമാണ്. അതല്ല, കൂട്ടുകാരോടൊപ്പം കളിക്കാനും വഴക്കിടാനുമൊക്കെ ഉള്ളൊരു അവസരം പഠനത്തോടൊപ്പം കിട്ടുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യം. തീർച്ചയായും ഈ ഒരു പഠനത്തോടൊപ്പം ഒരുപാട് ആക്ടിവിറ്റീസാണ് ഈ ഒരു പുതിയ രീതികളിലൊക്കെ മാറ്റം വന്നുകൊണ്ട് വരുന്നത്. പക്ഷേ അത് ദോഷവും അതിനൊപ്പം തന്നെ വളർന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈലിലൂടെയാണ് അവർ ലോകം കാണുന്നത്, അവർ ഓരോന്നിനെയും അറിയുന്നത്, തിരിച്ചറിയുന്നത്. സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കുട്ടികൾ. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ വൈദ്യുതി, കറണ്ട് ഉപയോഗിക്കുന്നത് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ നല്ല വശങ്ങൾ കൂടുതൽ കിട്ടാൻ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിൽ, കുടുംബത്തിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഒരു കുട്ടിയുടെ പ്രാഥമികമായ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുട്ടി ജനിച്ച് 5, 6 വയസ്സ് വരെ അതിന് കിട്ടുന്ന ജീവിത അനുഭവങ്ങളാണ് അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിത്തറയായി മാറുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ജീവിക്കാനുള്ള ബാലപാഠങ്ങൾ പഠിക്കും. അപ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷം, മാതാപിതാക്കൾ, പേരൻറ്റിങ് ഒക്കെ വളരെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. ഈ നല്ലൊരു അടിത്തറ ഉണ്ടായാൽ മാത്രമേ സ്കൂളിലോട്ട് പിന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഹയർ ലെവൽ ഓഫ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ വലിയ തോതിൽ മുന്നോട്ട് പോകാനാണ് സ്കൂളിലോട്ട് പഠിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹവും കരുതലും ആ കുട്ടിയോടുള്ള സമീപനവുമാണ് കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികളെ പ്രാകൃതമായ രീതിയിൽ അടിക്കും, വഴക്ക് പറയും. ഇപ്പോൾ അങ്ങനെയല്ല. കുട്ടികളുടെ സ്നേഹത്തോടു കൂടിയേ പെരുമാറാവും. അവർക്ക് കരുതലും. ഇപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിട്ടാൽ
അപ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ മുമ്പിൽ വഴക്കിടും. അതിനവർക്ക് വലിയ രീതിയിലുള്ള ഷോക്ക് ഉണ്ടാക്കും അവരുടെ മനസ്സിൽ. അതിനൊക്കെ കളിയാക്കുക, എപ്പോഴും അവരെ അനുമോദിക്കുകയും അവർക്ക് നല്ല പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അവരെ അനുമോദിക്കുകയാണെങ്കിൽ അവർ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയില്ല. പക്ഷെ മിക്കവാറും നടക്കുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാരും മൈൻഡ് ചെയ്യത്തില്ല. അവരെന്തെങ്കിലും കുസൃതിയോ കുരുത്തക്കേടോ കാണിക്കുമ്പോൾ അവർ പിടിച്ച് ശിക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ക്യാച്ച് ദം ഡൂയിങ് റൈറ്റ്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അനുമോദിച്ചാൽ അവർക്ക് പിന്നെ ചീത്ത കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ പ്രാഥമികമായ അടിസ്ഥാനപരമായ ഒരു സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നിന്ന് കിട്ടി ആ ഒരു അടിത്തറയോടുകൂടി സ്കൂളിലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ സ്കൂളിലും നല്ല രീതിയിൽ പെരുമാറാനും പഠിക്കുവാനും കഴിയും. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നത് മുതൽ അവർ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വലിയൊരു പഠനത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഠന രീതിയിലാണെങ്കിലും, ഒരുപാട് ആക്ടിവിറ്റീസുകൾ വന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവരെയും, എല്ലാ കുട്ടികളെയും എഞ്ചിനീയർമാർ, ഡോക്ടർമാരാക്കുക എന്നൊരു അധ്യാപകരുടെ ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ വീട്ടുകാരുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു പ്രക്രിയ, അത് ശരിക്കും ഒരു അധ്യാപനത്തിൽ മാറ്റം വരേണ്ട ഒരു കാലഘട്ടം കൂടിയല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ തന്നെ നമ്മൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത് എന്താണ്? പണ്ടൊക്കെ കുട്ടികൾ പറയുന്നത് വീട്ടുകാരുടെ ഒരു ശിക്ഷണത്തിലൂടെയാണ് അങ്ങനെ വരുന്നത്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇപ്പോൾ IAS ആവണം എന്നൊക്കെ പറയണം. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ കുട്ടികളിപ്പോൾ ഒരു ഓൺലൈനിലൊരു ക്ലാസ് ചെയ്യാൻ അടുത്ത കാലത്തുണ്ടാക്കി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി പറയുകയാണ്, എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം, ഇറ്റലിയിലുള്ള വലിയൊരു ഫാഷൻ സ്കൂളിൽ എനിക്ക് പഠിക്കണം. അപ്പോൾ അത്രയും വലിയ ലോകത്തെക്കുറിച്ച് അറിയാനും ഇങ്ങനെ ന്യൂ ജനറേഷൻ കോഴ്സസ്, ഒരുപാട് നല്ല വ്യക്തിയായി ജീവിക്കാനായിട്ടാണ് നമ്മൾ വരുന്നത്. എഞ്ചിനീയറും ഡോക്ടറും ആയതുകൊണ്ട് നല്ലൊരു പൗരനോ ഒരു സമൂഹത്തിലോ നല്ല വ്യക്തിയാണോന്നില്ല. ഇപ്പോൾ ഒരുപാട് ഞാൻ കുട്ടികളുടെ പറഞ്ഞ ഏത് പഠിച്ചാലും കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ പഠിക്കണം. ഇപ്പം നമുക്ക് അവയർനെസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ബോധമുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ കോഴ്സുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, ഏതൊക്കെ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ ക്ലാസ്സിലെ തന്നെ നമുക്ക് പേരൻസിനും കുട്ടികൾക്കും തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ പുതിയ ജനറേഷൻ കുട്ടികളൊക്കെ കൂടുതലും, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് കഴിയാതിരുന്ന പല കാര്യങ്ങളിലും കുട്ടികളിലൂടെ സാധിക്കാൻ വേണ്ടി ചെറുതിലേ തന്നെ ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അടിത്തറയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് തന്നെ സ്വയം ഇത് മനസ്സിലാക്കാനും അതിലോട്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള ഒരു താല്പര്യം ഇപ്പോഴത്തെ ജനറേഷന് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ന് മുതലാണ് അവരുടെ ഒരു എയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഇന്നൊരു അവരുടെ കരിയർ ഇന്ന രീതിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു റൈറ്റ് ടൈം? കാരണം നമുക്കറിയാം 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതാൻ മുമ്പ് ആദ്യം പറയും 10ാം ക്ലാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, +2 പറയും +2 ആണ് ഇനി എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളത്. അത് പറഞ്ഞപ്പോഴും ചെറിയ ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിലും ഒരു 10ാം ക്ലാസ് അടുപ്പിച്ച് ഇത് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം 10ാം ക്ലാസ് കഴിയുമ്പോൾ സയൻസ് സ്ട്രീം, കോമേഴ്സ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പ്രൊഫഷനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹൈസ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാക്കണം. അതിന് ഉള്ള ഇപ്പം നമ്മൾ കുട്ടികൾക്ക് സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണ്യങ്ങൾ കൂടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയും, സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് SMART, സ്പെസിഫിക്, വളരെ കൃത്യമായ. പല കുട്ടികളും, ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളോട് ചോദിക്കുക, എന്താണ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ഇവരുടെ ആറ്റിറ്റ്യൂഡാണ് എന്തെങ്കിലും ഒരു ജോലി. കൂടുതലൊരു പറയും സർക്കാർ ജോലി, ഇതാണ് അവരുടെ ഉള്ളത്. ഞാൻ പറഞ്ഞത് സ്പെസിഫിക് അല്ല, എന്ത് ജോലി. അപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് എനിക്ക് ഇന്നതാവണം. ഇപ്പോൾ എനിക്ക് ആർമിയിൽ ക്യാപ്റ്റൻ ആവണം. കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നത് ഫാഷൻ ഡിസൈനർ ആവണം,
പ്രോഗ്രാമറാവണം, സോഫ്റ്റ്വെയറിലുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് AI സ്പെഷ്യലിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവണം. അപ്പോൾ അതൊക്കെ സ്പെസിഫിക് ആയിരിക്കണം. അത് കണക്ക് മെഷറബിൾ. ഏത് കോഴ്സ് പഠിച്ചാലും ഇന്നിടത്ത് എത്താൻ പറ്റും. SMA അച്ചീവബിൾ. ഓരോ കുട്ടികൾക്കും ഒരു പൊട്ടൻഷ്യലുണ്ട്, കപ്പാസിറ്റി ഉള്ളൂ. അതിനനുസരിച്ചുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. റിയലിസ്റ്റിക്, യാഥാർത്ഥ്യം നിരക്കണ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇപ്പം നമ്മൾ സമകാലീന ഈ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ്, പ്രസക്തിയുള്ള കാര്യങ്ങൾ ആയിരിക്കണം നമ്മൾ ലക്ഷ്യമുണ്ടാക്കേണ്ടത്. അവസാനമായിട്ട് ടൈം ബൗണ്ട്, എത്ര കൊല്ലം കൊണ്ട്. ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട്, 5, 6, 7 കൊല്ലം കൊണ്ട് ഞാൻ ഈ കോഴ്സ് പഠിച്ച്, ഈ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അതിലോട്ട് പോകണം. ഈ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുക തന്നെ എന്നുള്ളത് പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിൽ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതിന് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളുണ്ട്. അതും കൂടെ ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സർ, ഈ പരീക്ഷയിൽ ജയിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് ഇത് മാത്രമാണോ ഒരു അധ്യാപകർ കുട്ടികൾക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം പഠനത്തിൻ്റെ സമയങ്ങളിൽ? ഇപ്പോൾ പലപ്പോഴും സ്കൂളുകളിൽ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടി പഠനം, ആ ഓറിയൻറ്റേഷൻ. ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അവർക്ക് ശിക്ഷ ലഭിക്കും. അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പല സ്കൂളുകളിലും നിർബന്ധമായും പഠിപ്പിക്കേണ്ട കാര്യമാണ് ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നൈപുണ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇപ്പോൾ ചെറിയൊരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, കുട്ടികൾക്ക് താങ്ങാനൊക്കത്തില്ല. അവർക്ക് പേടി, വീട്ടിൽ വഴക്ക് പറയും, ടീച്ചർ വഴക്ക് പറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് തോൽക്കാൻ പഠിപ്പിക്കുന്നില്ല, നമ്മൾ ജയിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ തോൽവി പോലും അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം പറയുന്നത്, തോൽക്കാൻ പഠിക്കണമെങ്കിൽ കളിക്കാൻ പഠിക്കണം. അതാണ് എല്ലാ സ്കൂളുകളിലും പ്ലേ ഗ്രൗണ്ട്സ്, കളിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കണം. പലയിടത്തും ഉണ്ടാവാറില്ല. വലിയ കെട്ടിടങ്ങളും ചുറ്റും ഒട്ടും സൗകര്യം ഉണ്ടാവില്ല. കളിക്കുന്നത് കൊണ്ടും മാനസികമായും ശാരീരികമായുമുള്ള ഗുണത്തിനേക്കാൾ അപ്പുറം അവർക്ക് വിനയമുണ്ടാവും. ഇപ്പോൾ എപ്പോഴും എല്ലാവരും ജയിക്കണമെന്നില്ല, ഇടയ്ക്ക് തോൽക്കുമ്പോഴുള്ള ഗുണം എന്താണ്? അത് ഉൾക്കൊള്ളുവാനും കൂടുതൽ വാശിയോടുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ കിട്ടും. അതുകൊണ്ട് അതാണ് നിർബന്ധമായിട്ടും സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ വേണം. പഠനത്തോടൊപ്പം ഇപ്പോൾ പല സ്കൂളുകളിലും പുതിയ പരിപാടി വന്നിട്ടുണ്ട്. ഈ പാഠപുസ്തകങ്ങളുടെ ഭാരം അതൊക്കെ പല സംസ്ഥാനങ്ങളിലും അത് കുറച്ചിട്ടുണ്ട്. കേരളത്തിൽ അതായിട്ടില്ല. ഒരു കുട്ടിയുടെ ഭാരത്തിൻ്റെ ഇത്ര ഒരു 5% മാത്രമേ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ബാഗിൻ്റെ ഭാരം പാടുള്ളൂ എന്നുള്ളതാണ്. ഒരാരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒറ്റ പുസ്തകം എല്ലാ സബ്ജക്റ്റും കൂടെ ചേർത്ത് കമ്പൈൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഴ്ച ഒരു ദിവസം ബാഗില്ല, കളിയും അതോടൊപ്പം തന്നെ കലാപരിപാടികളുമാണ്. അങ്ങനെ അവർക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം കിട്ടത്തക്ക കാര്യങ്ങൾ കൂടി ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഒരു അറിയാം, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലെയാണെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ ക്ലാസ്സിൽ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് ഫൈന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത ടീച്ചറുടെ അധ്യാപകരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന കുട്ടികളെല്ലാം തന്നെ ഇംഗ്ലീഷ് പറയണം അല്ലെങ്കിൽ പഠിച്ച് വരണം എന്ന് പറയുന്നത് അവർക്കൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിനിടയിൽ തന്നെ ആയിരിക്കും ചിലർ അത് അച്ചീവ് ചെയ്യുക. ഒരു ടൈം പീരീഡിലായിരിക്കും അവരുടെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോകുക. ഈ അധ്യാപകർ ചില കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച് പഠനം നടത്തുമ്പോൾ മറ്റു കുട്ടികളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇന്നും കണ്ടുവരുന്ന ഒരു സമ്പ്രദായമല്ലേ? അത് ശരിയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇംഗ്ലീഷ് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ്, അവൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് അളക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ പണ്ടുള്ള കാലത്ത് നമുക്കെല്ലാം പല രാജ്യങ്ങളിലും അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, അവരുടെ മാതൃഭാഷയിലാണ് അവരെല്ലാം ചെയ്തത്. ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജർമ്മൻ ഭാഷ പഠിക്കണം. അപ്പോൾ ഏത് ഭാഷയെ പഠിച്ചാലും മാതൃഭാഷയോടൊപ്പം ഒന്നും വരത്തില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ തന്നെ അതോടൊപ്പം തന്നെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മലയാളം സംസാരിച്ചാൽ ഫൈൻ അടിക്കും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് തന്നെ എല്ലാ കുട്ടികളും കമ്പൽസറി. ചിലപ്പോൾ വീട്ടിലുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ചിലർ തന്നെ വീട്ടിൽ ഇംഗ്ലീഷേ സംസാരിക്കാവുന്ന തന്നെ പല വീടുകളിലും പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഭാഷ എന്ന് പറയുന്ന ഒരു മീഡിയമാണ് പഠിക്കുന്നതിന്.
അപ്പോൾ പലപ്പോഴും പാരന്റ്സ് പോലും ട്യൂഷന് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ആ ഒരു ഭാഷയ്ക്കുള്ളൊരു അധ്യാപകരുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് മാറേണ്ട ഒരു കാര്യം അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേരളത്തിലുള്ള പല ഹയർ സെക്കൻഡറിയും എല്ലാ സ്കൂളിലെ പ്രഥമ അധ്യാപകരോട്ട് ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ കാഴ്ചപ്പാടും അവരുടെ രീതികളൊക്കെ സമൂലമായി മാറിയിട്ടുണ്ട്. പഴയ കണക്കല്ല, ഇപ്പോൾ ചൂരലുമായിട്ടാണ് പണ്ട് ആളുകൾ പോണത്. അതൊക്കെ മാറി ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞത് പഴയ കാലത്തുള്ള കുട്ടികളല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ വഴക്ക് പറയുകയോ അടിക്കുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റത്തില്ല. പണ്ടങ്ങനെ അല്ലായിരുന്നു. നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ വളരുമ്പോൾ അടിയും വഴക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ വരുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ചാണ്. ഇപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ തന്നെ അതിനുണ്ടാകുന്ന മാനസികാഘാതം വളരെ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനുള്ള കഴിവ് കുട്ടികൾക്കില്ല. അതിനാണ് നമ്മളെ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നൈപുണ്യങ്ങൾ കൂടി പഠിപ്പിക്കണമെന്നുള്ളത്. അതായത് എങ്ങനെയാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, മാനസിക പിരിമുറുക്കങ്ങൾ എങ്ങനെ ഗുണം, നമ്മളെ എമോഷൻസ്, പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയ ശേഷി കൂട്ടണം. പല കുട്ടികൾക്കും നമുക്കറിയാം, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ തന്നെ നല്ല മാർക്കായിട്ട് പോകണമെങ്കിൽ അവർക്കൊരു കാര്യം ചെന്ന് പറയാൻ പറ്റുക, ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പഠനത്തോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതിനൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അതിന് പഠിക്കാനുള്ള ഇതെല്ലാം തന്നെ സ്കൂളിൽ പഠിപ്പിച്ചാൽ പഠനത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ നല്ല പൗരന്മാരായി നല്ല ഭാവിയുള്ള കുട്ടികളായി മാറാൻ ഈ രീതിയിലുള്ള പഠനം സഹായിക്കും. ഈ പണ്ട് കാലത്തൊരു സമ്പ്രദായമായിരുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതെന്ന് തോന്നിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതാണോ മാറ്റം വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായ ഒരു മാറ്റം വരും. പക്ഷേ പണ്ട് കാലത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപകയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം വളരെ തുച്ഛമായ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഉയർന്ന രീതിക്ക് അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം അധ്യാപകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ഈ വെക്കേഷൻ തന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, മിക്കവാറും എല്ലാ സ്കൂളുകളിലെയും അധ്യാപകർക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറുന്ന പുതിയ രീതികളെക്കുറിച്ച് പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കൂടെയുള്ള സമീപനം, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂരൽ വെച്ച് അടിച്ച് പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിയമം മൂലം തന്നെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ പല ടീച്ചർമാരും ചോദിക്കുന്നുണ്ട്, നമ്മൾ അടിക്കാതെ എങ്ങനെ കുട്ടികളെ അവർക്ക് പേടി ഉണ്ടാവണ്ടേ. അപ്പം പലരൊക്കെ നമ്മൾ കമ്പെടുക്കുകയേ ചെയ്യാവോ, അടിക്കാൻ പാടില്ല. അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് തീർന്നു. അത് പല ടൈപ്പിലുള്ള കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ പല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, പല രീതിയിലുള്ള കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുമാണ്. നമ്മൾ 90% കുട്ടികളെല്ലാം അടിസ്ഥാനപരമായിട്ട് നല്ലവരാണ്. ഒരു കുട്ടി ജനിക്കുന്നത് വളരെ ഇന്നസെൻ്റായിട്ട് വളരെ നന്മയോടുകൂടിയാണ്. പക്ഷേ നമ്മൾ വീട്ടിലെ അന്തരീക്ഷം മറ്റേ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുവാനായിട്ടുള്ള സഹവാസത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികളെ നന്മയെ തിരിച്ചറിയണം. എല്ലാ കുട്ടികളിലും നല്ലതും ചീത്തയുണ്ട്. അതിലുള്ള നമ്മളെപ്പോഴും അവരെ നന്മ കണ്ട് അവരുടെ നല്ല വശങ്ങൾ കണ്ട് അതിലൂടെ മുന്നോട്ട് പോയാൽ എല്ലാ കുട്ടികളെയും നമുക്ക് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ചില മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അതിനാണ് ഒരു കാര്യം പറയേണ്ടത്. ശരിയെ നമുക്കൊരു അസുഖം വന്നാൽ, ജലദോഷമോ പനിയോ വയറുവേദനയോ പല്ലുവേദനയോ വന്നാൽ നമ്മളൊരു ഡോക്ടറെടുക്കെ കൊണ്ടുപോകും. പക്ഷേ ഈ കുട്ടികൾക്കുള്ള മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികളെയൊന്നും നമ്മൾ പലപ്പോഴും അതിന് ശ്രദ്ധിക്കാറില്ല. ഇതുണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ ഒരു ചികിത്സ കൊണ്ട്, ഒരു കൗൺസിലിംഗ് കൊണ്ട് തീരാവുന്ന പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളായി തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അത് ശാരീരികമായ അസുഖങ്ങളും പ്രശ്നങ്ങളും ഉള്ളതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെയൊക്കെ മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടുകാരും അധ്യാപകരും മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൂടെ ഉണ്ടാക്കിയാൽ മാത്രമേ എല്ലാ കുട്ടികളെയും ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീർച്ചയായും നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിജിറ്റലിലേക്ക് കടന്നു. ഇപ്പോൾ ഇതാ AI സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയിരിക്കുകയാണ്. ഈ ഒരു കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് AIയുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ AI വെച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം സ്വാധീനിക്കും? അതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ എന്തൊക്കെയായിരിക്കും?
അത് വളരെയധികം സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം നമ്മൾ പറയും പണ്ടൊക്കെ ഉള്ള കണക്കല്ല, എല്ലാ കുട്ടികൾക്കും 100-ൽ 90, 99 എന്നൊക്കെ പറയും. ഇങ്ങനെ വരാനുള്ള കാര്യം നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, നമ്മളെ കണ്ണ്, മൂക്ക്, ഇതിലൂടെ എല്ലാത്തിലൂടെയും ഉള്ള നമുക്ക് ഒരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ആനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനയുടെ പടം കാണിച്ചു കൊടുക്കും. ഇപ്പം അല്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇപ്പം നമ്മളെ ക്ലാസ്സിൽ റിയലായിട്ട് നമ്മളെ മുന്നിൽ വരുന്ന രീതിയിലുള്ള പഠന സൗകര്യം പറ്റും. അപ്പോൾ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുട്ടികളിലോട്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവരുടെ നിലവാരം അവരുടെ നോളജ്, അറിവ് വർദ്ധിക്കുകയും പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. പഴയ നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളൊക്കെയല്ല, കുട്ടികൾക്ക് വളരെ നല്ല IQ ഉണ്ടാവുകയും നല്ല അറിവുണ്ടാവുകയും മത്സരം, അപ്പോൾ എല്ലാ കുട്ടികൾക്കും 100-ൽ 100 നമ്മളെന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ അവരുടെ മറ്റുള്ള സ്കിൽസിനെ കുറിച്ച് പോകുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം എല്ലാവരും മിടുക്കരായിട്ട് വരുമ്പോൾ എല്ലാവർക്കും അതിന് വേണ്ട ജോലികളും മറ്റതും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ തന്നെ പഠനത്തിൽ ഒരുപാട് ജോലികൾ, ഇനിയിപ്പോൾ ടീച്ചറും വേണ്ട, ഡ്രൈവറും വേണ്ട, ഒന്നും വേണ്ട, എല്ലാ ജോലികളും ഇത് തന്നെ ചെയ്തോളും എന്ന് പറയുന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പുതിയ ജോലി സാധ്യതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ന്യൂ ജനറേഷൻ ജോലികൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആശങ്കയില്ല. പിന്നെ ഈ കുട്ടികളുടെ ഈ കൂടുതൽ കമ്പ്യൂട്ടറും മറ്റ് പ്രോഗ്രാംസൊക്കെ ഉള്ളപ്പോൾ അവരുടെ കായികവുമായ അവരുടെ എഫർട്ട് കുറച്ച് മതി. ഇതുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ എല്ലാവരും ഒരു കണ്ണും ഒരു വിരലും മാത്രം മതി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം നല്ല വശങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിനുണ്ടാകുന്ന ദോഷവശങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും ഒഴിച്ചു നിർത്താൻ പറ്റത്തില്ല. വളരെ നല്ല പുരോഗതിയിലേക്കുള്ള പാതയാണ് ഈ പുതിയ കണ്ടുപിടുത്തങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI പോലെയുള്ള കാര്യങ്ങളും എല്ലാ മേഖലയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ AI ഒരു വിദ്യാർത്ഥിയുടെ ഒരു ധാരണ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു ഉള്ളടക്കം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വിഷയം നമ്മൾ ChatGPT-യിൽ ഒരു വിഷയം, ഏത് വിഷയം കുട്ടിക്കൊരു essay എഴുതണം, അതിന് നമ്മൾ ഉടനെ തന്നെ ഇതിന് നോക്കിയാൽ സെക്കൻഡുകൾക്കകം ഈ വിഷയം കിട്ടും. പണ്ട് നമ്മളാണ് എന്തുമാത്രം കഷ്ടപ്പെടും. ഇപ്പോൾ പ്രസംഗ മത്സരത്തിന് പോകണം, ഏത് ടോപ്പിക്കിനെ കുറിച്ചും ഒരു പ്രസ് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള, ഇപ്പോൾ ഞാൻ പല ടീച്ചർമാരെ നിങ്ങൾ പഠിപ്പിക്കുന്നത് നിർത്തുക. ഉദാഹരണത്തിന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ ടീച്ചർമാരൊന്നും ഇത് പഠിച്ചിട്ടില്ല. അവരെന്താ ചെയ്യുക? അവർ ഇങ്ങനെ നെറ്റിൽ നിന്നൊക്കെ നോക്കി പലയിടത്തുനിന്നും കളക്ട് ചെയ്ത് ഈ ഇൻഫർമേഷൻ കൊണ്ടാണ് ക്ലാസ്സിൽ കുട്ടികളുടെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ 10 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അപ്പോൾ പഠന രീതിയിൽ തന്നെ കുട്ടികൾ തന്നെ സബ്ജക്റ്റുകളുടെ പല കാര്യങ്ങളും കളക്ട് ചെയ്ത് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ അവർ അവതരിപ്പിക്കാൻ സമയം കൊടുക്കുകയും അപ്പോൾ നേരത്തെ പഠിപ്പിക്കുന്നതിന് ഒരു ഇൻറ്ററാക്റ്റീവ് ലേണിംഗ് പ്രോസസ്സാണ്. കുട്ടികൾ പറയുകയും അവരുടെ സംശയങ്ങൾ തീർക്കുകയും, അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടും. ഇതെല്ലാം കൂടെ പൂള് ചെയ്ത് ആ ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം തന്നെ മാറി. പണ്ട് ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ അത് മാറി. ക്ലാസ് റൂമിലെ ജോയിൻറ്റ് ലേണിംഗ് ആണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അതെ, ഒരു മാറ്റം വന്നപ്പം നമുക്കറിയാം ആ ഒരു മാറ്റങ്ങൾ എല്ലാവരും സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം ഏത് മേഖലയിലാണെങ്കിലും ഈ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മളും മാറും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം. അപ്പോൾ വെക്കേഷൻ, വേനലവധി എന്നൊന്നും പറയാനൊന്നുമില്ല. മിക്ക കുട്ടികൾക്കും അധികം വെക്കേഷൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാമ്പുകളിലൊക്കെ ഏർപ്പെട്ട് തന്നെ അവരും കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഹജീവികളോടുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിത രീതി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ഒരുപാട് വെക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് ഒരു കണക്കിന് അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക്
കൂടുതൽ അവരെ പഠനം മാത്രമായിരുന്നു. ഈ വെക്കേഷൻ ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ കുറച്ച് ഫൺ കൂടുതലുണ്ടാകും. മാനസികോല്ലാസത്തിന് വളരെ ഉപകരിച്ചിട്ടുണ്ട്. പലരൊക്കെ നല്ല ഫീസൊക്കെ മേടിച്ചിട്ടാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും മറ്റ് കലാപരിപാടികൾ കലകളാണെങ്കിലും ചിത്രരചന, പാട്ട്, നൃത്തമൊക്കെ ആണെങ്കിലും അത് പഠിക്കുന്നത് ക്യാമ്പ് അവധിക്ക് ഇങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ വേനലവധിക്ക് ഇതിനേക്കാൾ ഉപരി കൂടുതലും എന്താണ് സബ്ജക്റ്റാണ് പഠിക്കുന്നത്. പഠിക്കാനുള്ളതിന് കൂടുതൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഇതിനുള്ള ട്യൂഷൻ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഈ വേനലവധിക്കും ഇതാണ് പഠിക്കുന്നത്. അത് പാടില്ല. വേനലവധിക്കെങ്കിൽ അവർക്കൊന്ന് നല്ല ആഹ്ലാദിക്കാൻ, അവർക്ക് മാനസിക ഉല്ലാസം കിട്ടുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ തന്നെ സ്കൂളിനോടൊപ്പം തന്നെ ഇപ്പോൾ പല സ്കൂളുകളിലും ഇതിനുള്ള സംവിധാനമുണ്ട്. കായികമായും കലാപരമായിട്ടുള്ള പാട്ട്, ഡാൻസ്, ഇതൊക്കെ സ്കൂളുകളിൽ തന്നെ ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഏതെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കാൻ എല്ലാ ദിവസവും 1 മണിക്കൂറോ അരമണിക്കൂറോ ഇതിനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ പഠിത്തത്തോടൊപ്പം തന്നെ കായികവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെക്കേഷൻ ക്ലാസ്സിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വേനലിൽ വളരെ ചൂടായതുകൊണ്ട് അത് നിരോധിച്ചിരുന്നു. പലപ്പോഴും പലയിടത്തും ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ കുട്ടികളുടെ പലപ്പോഴും നടക്കുന്നത് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പോകുന്നത്, പേരൻസിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഇതിനൊക്കെ പോണത്. കുട്ടികളുടെ താല്പര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും സാർ, ഇത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ അതങ്ങ് നീണ്ടു കിടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ അരമണിക്കൂറിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പ്രധാനമായും നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, തൊട്ടപ്പുറത്തെ കുട്ടി എത്ര രൂപയുടെ കോഴ്സിനാണ് ചേർന്നത്. ഇതൊരു വലിയൊരു ആശങ്കയാണ് ഈ ഒരു പാരൻസിനുള്ളത്. അതിനനുസരിച്ച് എൻ്റെ കുട്ടിക്ക് മികച്ച പഠനം മറ്റൊരു സ്ഥലത്ത് കിട്ടും, കൂടുതൽ അങ്ങനെ ഒരു കോഴ്സുകൾ കൂടുതൽ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാശ് നോക്കി കോഴ്സിന് ചേർക്കുന്ന ഒരു പ്രവണതയും ഒരു പാരൻസിനിടയിൽ കണ്ടുവരുന്നത്. അത് എത്രത്തോളം ഉണ്ട്, ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമാണോ? മാത്രമല്ല തുടക്കത്തിൽ തന്നെ താരതമ്യം ചെയ്യും നമ്മൾ കുട്ടികളെ. നിനക്ക് എത്ര മാർക്ക് കിട്ടി? 80. അടുത്ത കുട്ടിക്ക് എത്ര കിട്ടി? 90. ഉടനെ നമ്മൾ തുടങ്ങും, എന്താണ് നിനക്ക് കിട്ടാത്തത്? അങ്ങനെ നമ്മൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. നമ്മൾ ഓരോരുത്തരെയും കൈപ്പത്തി പോലെ ഫിംഗർ പ്രിൻ്റ് എല്ലാം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ എല്ലാ കുട്ടികളും ഒരേ കണക്ക് 2 പേരില്ല. കഴിവുകളും പഠന മാർക്ക് കിട്ടുന്നതും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആദ്യം പേരൻസും അധ്യാപകരും നിർത്തേണ്ട കാര്യം, ഡോണ്ട് കമ്പയർ, താരതമ്യം ചെയ്യരുത്. അവരുടെ പൊട്ടൻഷ്യലായിട്ട് കഴിവ് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പം ന്യൂ ജനറേഷൻ കോഴ്സസ് ഇപ്പോൾ ഒരു MBA പഠിക്കാൻ അമേരിക്കയിൽ പോകുന്നതിന് 80 ലക്ഷം. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് തന്നെ വേണമെന്നില്ല, കഴിവനുസരിച്ച് ഇപ്പോൾ സാമ്പത്തികമായി കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ കുട്ടികൾ വന്ന് പറയുന്നത് എന്താണ്, മാതാപിതാക്കളുടെ പറയും അയാളിതാ ജർമ്മനിയിൽ ആ കോഴ്സ് പഠിക്കാൻ പോയി, എനിക്കും പോകണം. അപ്പോൾ മാതാപിതാക്കളാണ് വിഷമത്തിലാവുന്നത്. എല്ലാ കുട്ടികളും എവിടെ പഠിച്ചാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലികൾ കിട്ടുന്ന നല്ല നിലയിലെത്തുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ സാമ്പത്തികമായ കഴിവ് മാത്രമല്ല, അവർക്ക് പഠിക്കാനുള്ളവരുടെ പൊട്ടൻഷ്യലൂടെ നോക്കണം. പലപ്പോഴും നമ്മൾ ഈ മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കാശ് കൊടുത്ത് പൊട്ടൻഷ്യലില്ലാത്ത കുട്ടികളെ നോക്കി പലരും പകുതിയിൽ വെച്ച് പഠനം നിർത്തി തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഏത് കോഴ്സ് എന്നുള്ളതല്ല കാര്യം, പഠിക്കുന്നത് ഞാൻ പറയുന്നത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. തീർച്ചയായും ഇതിനെ ഒരു സർ കൗൺസിലിംഗ് കൂടെ ചെയ്യുന്ന ഒരാളാണ്, സൈക്കോളജിസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു അധ്യാപകരുടെ ഇടയിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും പാരൻസിനിടയിലാണെങ്കിലും കൗൺസിലിങ്ങിന് വലിയൊരു പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. ആശങ്കയും അങ്കലാപ്പും എല്ലാം അവർ പങ്കുവെക്കുന്നതും ചിലപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടിയായിരിക്കും. എന്താണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം? ഏറ്റവും കൂടുതൽ എല്ലാ പേരൻസും പറയുന്നത് മൊബൈൽ ഉപയോഗം കുട്ടികളുടെ, പ്രത്യേകിച്ച് ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി നമ്മൾ കമ്പൽസറി ആയിട്ട് എല്ലാവരും മൊബൈൽ ഉപയോഗിച്ച് പഠിക്കണം, അല്ലാതെ രക്ഷയില്ലായിരുന്നു. പക്ഷേ ഒരു കണക്കിന് അതൊന്നും ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളെ വിദ്യാഭ്യാസത്തെ ബാധിക്കാതിരുന്നത്. അങ്ങനെ വന്നപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല കുട്ടികളും അഡിക്റ്റായി. ഇന്നലെ തന്നെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അയാൾ ടാബ് എടുത്തുകൊണ്ട് ആരുടെയും മുഖത്തൊന്നുമില്ല, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾ ആഹാരം കഴിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അയാൾ വയലൻ്റ് ആവുകയാണ് ആ കുട്ടി. അപ്പോൾ അത്രയും അഡിക്റ്റാണ്. ഇപ്പം 99% ആളുകളും പറയുന്നത് മൊബൈലിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കണം. ഞാൻ പറഞ്ഞു അതെന്താ ചെയ്തത്, നിങ്ങളിതിന് ഓർമ്മ വന്ന സമയം മുതൽ തന്നെ അതിനെ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇതങ്ങ് കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ അഡിക്റ്റായി കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് മൊബൈലിനൊക്കെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് പല കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മൊബൈൽ കൊടുക്കാതിരുന്നതുകൊണ്ട്.
അത് നിയന്ത്രിക്കാൻ നമ്മൾ സമയം കൊടുക്കുക. ഇന്ന ദിവസം ഇത്ര സമയം നിനക്കത് ഉപയോഗിക്കാം. പിന്നെ പ്രൈവസി, നമ്മൾ കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും ഉപയോഗിക്കുമ്പോൾ ഓപ്പൺ റൂമിലിരുന്ന് ഉപയോഗിക്കുക. കഥ അടച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ചീത്ത വശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ തുടക്കത്തിലൊക്കെ പ്രയാസമായിരിക്കും. വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ് ചിട്ട ഡിസിപ്ലിൻ ഉണ്ടാക്കണം. ഒന്നാമത് രാവിലെ എഴുന്നേൽപ്പിക്കണം. ഇപ്പോൾ ഈ ചെറുതിലെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ രാത്രി 2-3 മണി വരെ ഇരിക്കും, രാവിലെ ഉണരത്തില്ല. ആ ശീലം ഇപ്പോഴേ മാറ്റാൻ പറ്റും. രാവിലെ 5 മണിക്ക് ഉണരാനുള്ള ഇപ്പോഴേ പഠിപ്പിച്ചാൽ നടക്കും. അപ്പോഴേ എണീപ്പിച്ച് കുളിപ്പിച്ച് ആ ഒരു ശീലം, ഈ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ശീലമാണ് അടിസ്ഥാനപരമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കുക. റൊട്ടീൻ ഉണ്ടാക്കുക. ഓരോ ദിവസം പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കുക. എല്ലാ ദിവസവും ക്ലാസ്സിലെ ടൈം ടേബിൾ മാത്രമല്ല, അല്ലാതെ ഇത്ര മണിക്ക് എണീക്കുക, ഉറങ്ങുന്നത് ഇത്ര സമയത്ത്, ലെഷർ ടൈം, TV ടൈം, മൊബൈൽ ടൈം, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ നമ്മൾ അടിച്ച് നീ ചെയ്തില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. സ്നേഹം കൊണ്ട് മാത്രമേ, ലവ് ദം അൺകണ്ടീഷണലി, കുട്ടികളെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. അതിലൂടെ മാത്രമേ കുട്ടികളെ നമ്മൾ വരുതിയിലാക്കാൻ പറ്റൂ, അധ്യാപകരായാലും മാതാപിതാക്കളായാലും. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ പ്രകാശ് രാമകൃഷ്ണൻ ഈ ഒരു അവസരത്തിൽ സി പോസ്റ്റിൽ അതിഥിയായി എത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.